ജീവൻ ജനഹിതം 2026 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ആര് ഭരിക്കും എന്നറിയാൻ 140 മണ്ഡലങ്ങളിലൂടെയും ജീവൻ നടത്തുന്ന ജനഹിത യാത്ര പര്യടനം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലാണ്. വൈപ്പിനിലെ ജനഹിതം തേടുകയാണ് ഇന്ന് ജീവൻ. വൈപ്പിനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. UDF-ൽ നിന്ന് ടോണി ചെമ്മണിയും LDF-ൽ നിന്ന് MP ഷൈനിയും ഒപ്പം NDA-യിൽ നിന്ന് 2020 സ്ഥാനാർത്ഥി അനിത തോമസുമാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ ജനഹിതം ആരായുകയാണ് ജീവൻ ജനഹിതം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. സിറ്റിംഗ് MLA KN ഉണ്ണികൃഷ്ണൻ ഇവിടെ നിന്ന് മണ്ഡലം മാറി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഇവിടെ UDF ക്യാമ്പ്. സിറ്റിംഗ് MLA-യുടെ മാറ്റം അത് UDF-ന് ഗുണം ചെയ്യുമെന്ന് UDF അണികൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം LDF-നും തുടർച്ചയായിട്ടുള്ള ഭരണം 2016-ലും 2021-ലും നേടിയ വിജയം ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. 8 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങിയതാണ് വൈപ്പിൻ നിയമസഭാ മണ്ഡലം. എടവനക്കാട്, എളങ്കുന്നപ്പുഴ, കുഴുപ്പിള്ളി, നായരമ്പലം, ഞാറയ്ക്കൽ, പള്ളിപ്പുറം, കടമക്കുടി, മുളവുകാട് എന്നീ 8 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വൈപ്പിൻ നിയമസഭാ മണ്ഡലം. 2016-ൽ CPM-ലെ S ശർമ്മ 68,526 വോട്ടാണ് നേടിയത്. കോൺഗ്രസിലെ KR സുഭാഷിനെ 19,353 വോട്ടിനാണ് ശർമ്മ 2016-ൽ പരാജയപ്പെടുത്തിയത്. KR സുഭാഷിന് 49,173 വോട്ടാണ് ലഭിച്ചത്. BD ജയ്സൽ ആണ് ഇവിടെ BJP-യിൽ നിന്ന് മത്സരിച്ചത്. വാമലോചനന് 10,051 വോട്ടാണ് ലഭിച്ചത് 2016-ൽ. 2021-ൽ KN ഉണ്ണികൃഷ്ണനാണ് ഇപ്പോഴത്തെ MLA. സിറ്റിംഗ് MLA തൃപ്പൂണിത്തുറയിൽ ജനവിധി തേടുന്ന KN ഉണ്ണികൃഷ്ണൻ 2021-ൽ 53,858 വോട്ടുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 8,201 ആണ്. 8,201 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് KN ഉണ്ണികൃഷ്ണൻ ഇവിടെ നിന്ന് ജയിച്ചത്. ദീപക് ജോയിയാണ് കോൺഗ്രസിലെ. UDF-ലെ ദീപക് ജോയിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 45,657 വോട്ടുകളാണ് ദീപക് ജോയിക്ക് ലഭിച്ചത്. 2020-ലെ ജോബ് ചിറക്കിലും BJP-യിലെ KS ഷൈജുവും അന്ന് മത്സരിച്ചിരുന്നു. ഇത്തവണ 2020-യും BJP-യും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ BJP അല്പം നില മെച്ചപ്പെടുത്തി വോട്ട് നേടുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. വൈപ്പിൻ തുടർച്ചയായുള്ള LDF ഭരണത്തിൽ നിന്ന് മാറ്റം ഉൾക്കൊണ്ട് ഇത്തവണ UDF-നൊപ്പം നിൽക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ടോണി ചെമ്മണിയോടൊപ്പമാണ് ഇന്ന് ജീവൻ ജനഹിതം എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തോട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് UDF സ്ഥാനാർത്ഥി, എന്താണ് ഇവിടെ വികസനം, വൈപ്പിനിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ 3 ആഴ്ചയായി ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും എല്ലാ മുക്കുമൂലയും കടന്നു ചെന്നു. ഒരുപാട് വികസന ആവശ്യങ്ങളുള്ള പ്രദേശമാണ്. ഏതാണ്ട് 25 കിലോമീറ്റർ നീളത്തിൽ കടൽ തീരമുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഈ കഴിഞ്ഞ 20 വർഷത്തിനിടെ 4 MLA-മാരാണ് ഇവിടെ നിന്ന് വിജയിച്ചു പോയത്. 1 മീറ്റർ കടൽ ഭിത്തി നിർമ്മിച്ചിട്ടില്ല. കടൽക്ഷോഭത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ കിഴക്കൻ പ്രദേശം മുഴുവൻ കായലോരങ്ങളാണ്. ഓരുവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ ഓരുവെള്ളം കയറുന്നത് പ്രതിരോധിക്കാൻ യാതൊരു പദ്ധതികളും നാളിതുവരെ നടപ്പിലാക്കിയിട്ടില്ല. യാത്രാക്ലേശമുണ്ട്. ഇപ്പോഴും ബസ്സുകളുടെ നഗരപ്രവേശനം ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. കുടിവെള്ളക്ഷാമമുണ്ട്. ഈ മണ്ഡലം നേരിടുന്ന ഏറ്റവും ബേണിംഗ് ഇഷ്യൂ പലയിടത്തും രൂക്ഷമായ കുടിവെള്ളക്ഷാമമുണ്ട്. 2 ഓവർഹെഡ് വാട്ടർ ടാങ്കുകൾ പണിതിട്ടിട്ട് അത് പ്രവർത്തനരഹിതമാണ്. അങ്ങോട്ട് വെള്ളം. അപ്പോൾ ഇങ്ങനെയുള്ള ബേണിംഗ് ഇഷ്യൂസ് ഈ മണ്ഡലത്തിലുണ്ട്. അതൊന്നും പൂർത്തീകരിക്കാത്തതും നടപ്പിലാക്കാത്തതിൻ്റെ ഒരു രോഷം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ലോക്കലായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. പിന്നെ പൊതുവായി കേരളത്തിൽ ഇന്നിപ്പോൾ ചർച്ചയിടുന്ന ഗവൺമെൻറ് വിരുദ്ധ
ഒരു തരംഗമുണ്ട്, സർക്കാർ വിരുദ്ധ ഒരു അന്തരീക്ഷമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ മേൽക്കൈ ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് കംഫർട്ടബിളായ ഒരു ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. അതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സിറ്റിംഗ് MLA-യുടെ സ്ഥാനമാറ്റം, മണ്ഡലം മാറ്റം എത്രമാത്രം അത് UDF-ന് ഗുണം ചെയ്യും? സിറ്റിംഗ് MLA എന്തുകൊണ്ട് മാറ്റിയത് CPM വിശദീകരിക്കട്ടെ. ഞങ്ങൾ സിറ്റിംഗ് MLA മാറ്റാൻ പോയതിൻ്റെ കഥയുടെ പുറയിൽ അന്വേഷിച്ച് ഞങ്ങൾ ചെല്ലുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയം മാത്രമാണ് പറയും. തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയമാണ്. അത് ഗവൺമെൻറ്റിനെതിരെയുള്ള രാഷ്ട്രീയമായി ഞങ്ങൾ നാളിതുവരെ ഉയർത്തിയിട്ടുള്ള അഴിമതിയാണ്, കൊള്ളയാണ്. ഇവയെല്ലാമാണ് ഞങ്ങൾ എന്തുകൊണ്ട് MLA ഇവിടെ നിന്ന് ഒളിച്ചോടി പാർട്ടി മറ്റൊരു മണ്ഡലത്തിലിട്ടിട്ടുള്ളതെന്ന് ജനങ്ങൾക്കറിയാം. പക്ഷെ പാർട്ടി അതൊന്ന് പറയണം. ജനങ്ങൾക്കറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളത് ചർച്ച ചെയ്യുന്നില്ല. അത് ഞങ്ങളുടെ വിഷയമല്ല, അത് വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അത് തീർച്ചയായും ഈ തവണ ഗുണം ചെയ്യുമെന്നാണ് പൊതുവെ ജനഹിതം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അത് വോട്ടായി മാറുന്ന പ്രതീക്ഷയുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തുടർച്ചയായി ഇപ്പോൾ LDF ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളെല്ലാം UDF-ന് ഗുണം ചെയ്യുന്നത് എത്രമാത്രം? എല്ലാം ചേർത്ത് ഗുണം ചെയ്യും. എല്ലാം ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരിക്കൽ കൂടി പറയാം, ഗവൺമെൻറ്റിനെതിരെയുള്ള ഇന്ന് നിലനിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു അന്തരീക്ഷമുണ്ട്. അത് ഭരണവിരുദ്ധ നിലപാടാണ്. ആ ഭരണവിരുദ്ധ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ പൊതുവായി ചർച്ച ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഈ മണ്ഡലം നേരിടുന്ന വികസനമില്ലായ്മയുണ്ട്. അത് ഏറ്റവും കോർ ഇഷ്യൂസിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ രണ്ടും കൂടി സമന്വയിപ്പിച്ചാണ്. അതിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. MLA എന്ത് മണ്ഡലം മാറിപ്പോയി എന്നുള്ളത് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമില്ല. പക്ഷേ ജനങ്ങൾക്കറിയാം. 3-ാം ഊഴം പിണറായി വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. എങ്ങനെ വിലയിരുത്തുന്നു? മെയ് 4-ാം തീയതി ആത്മവിശ്വാസം നിന്നോളും. ഇവിടെ ഞാൻ കുറച്ച് മുൻപ് നമ്മുടെ സതീശനോട്, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം അദ്ദേഹം വരികയാണെങ്കിൽ നല്ല പ്രാതിനിധ്യം തവണ കുറവായിരുന്നു. സ്ത്രീ പ്രാതിനിധ്യം രാഹുൽ ഗാന്ധി അടക്കമുള്ള നിങ്ങളുടെ കേന്ദ്ര നേതാക്കൾ പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ്. ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ സപ്പോർട്ടിങ് അങ്ങനെയായിരിക്കും? അല്ല, സ്വപ്നങ്ങൾക്ക് കാലയളവില്ലല്ല. അതെന്തെങ്കിലും യാഥാർത്ഥ്യമാവും. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാവും. ഒരു സ്വപ്നത്തിനും നമുക്ക് അളക്കാൻ പറ്റില്ല എന്നാണെന്നുള്ളത്. എന്നെങ്കിലും അത് യാഥാർത്ഥ്യമാവും. താങ്കളുടെ ഇതുവരെയുള്ള ഒരു പ്രവർത്തനം വെച്ചിട്ട് എത്ര ഭൂരിപക്ഷം കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്? ഞാൻ അങ്ങനെ ഒരു കണിയാനല്ല. പക്ഷേ കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റിക്ക് UDF സ്ഥാനാർത്ഥിയോട് വിജയിക്കും. വൈപ്പിനിൽ വിപ്ലവം ഉണ്ടാവും. ഒരു കോലീബി സഖ്യത്തിന്റെ ഒരു ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. എപ്പോഴും LDF പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു കോൺഗ്രസ് ലീഗ് BJP ഒരു കൂട്ടുകെട്ടുണ്ടോ? ഒന്നും പറയാനില്ലാത്തപ്പോൾ പരാജയഭീതി കണ്ടിറക്കുന്ന കഥകൾ സ്ഥിരമായിട്ടുള്ളതാണ്. അത് ആളുകൾക്കറിയാം. പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഒപ്പം തന്നെ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസങ്ങളുണ്ട്. ഇത്തവണ ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നു ജനങ്ങളുടെ മുഖം കേരളത്തിലും ഒപ്പം ഈ ഇവിടെ മണ്ഡലത്തിലും. പ്രവർത്തകർക്ക് വല്ലാത്ത ഇവിടുത്തെ ലീഡർഷിപ്പിനും വർദ്ധിതമായ ആത്മവീര്യമുണ്ട്. വലിയ ആവേശത്തിലാണ്, ഒറ്റക്കെട്ടാണ്. ജനങ്ങളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. രോഷത്തോടെയാണ്. CPM-ൻ്റെ കുത്തകയെന്ന് മുൻകാലങ്ങളിൽ കുത്തകയെന്ന് വിശ്വസിച്ചിരുന്ന പ്രദേശങ്ങളിലൂടെയും ഞങ്ങളുടെ പര്യടനം കടന്നു പോയപ്പോഴും ആളുകൾ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു. അതെല്ലാം സൂചനയാണ്. ആ സൂചന ഞങ്ങൾക്ക് വ്യക്തമാണ്. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് വൈപ്പിനിൽ അത്ഭുതം സംഭവിക്കും. മുന്നണിയിൽ തന്നെ കുറച്ച് പടലപ്പെടങ്ങൾ അറിയാം. അതൊന്നും ഞാനൊരു സ്ഥാനാർത്ഥി എന്നതിൽ പറയേണ്ട മറുപടി. അത് ലീഡർഷിപ്പ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാണ്. ഇവിടെ എങ്ങനെയാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാണോ? കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റു കാര്യങ്ങളൊന്നും ഞാനൊരു സ്ഥാനാർത്ഥി എന്നതിൽ പറയേണ്ടതല്ല. അതിലൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഒറ്റക്കെട്ടാണ്. ഒരു വഴക്കില്ല, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, 100-ലധികം സീറ്റുമായി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരും. പക്ഷേ ഞാൻ പ്രതിപക്ഷ നേതാവിനെ തിരുത്തുകയാണ്. 100-ലധികം അല്ല, അതിനേക്കാൾ അപ്പുറത്ത്. അതാണ് ജനഹിതം. ആത്മവിശ്വാസമുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. വഴി പിഴച്ച ചുവടുകൾ ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ജീവൻ എന്ന ജനഹിതം തേടുന്നത് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ജ്യൂസൊക്കെ കഴിച്ച് വളരെ കൂളായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. വൈപ്പിനിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഷൈനിയാണ്. നമുക്ക് ഈ
നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് എം വി ഷൈൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങളും എന്നുള്ളത് ചോദിച്ചറിയാം. ഇതുവരെയുള്ള രണ്ടാം ഘട്ടം പര്യടനമായിട്ടുണ്ട്. അതെ അതെ അതെ. ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടത്? അല്ല, ജനങ്ങൾ നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ ഇന്നത്തോടുകൂടി പൊതുപര്യടനം, അതായത് വാഹനത്തിൽ കയറിയുള്ളൊരു കൺവെൻഷണൽ രീതി ഉണ്ടല്ലോ, അതിന് ഇന്നത്തോടുകൂടെ സമാപനമായി. നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് നമ്മൾ പ്രചരണ രംഗത്തുണ്ട്. ആളുകൾ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പാകുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്. തീരദേശ പ്രദേശമായതുകൊണ്ട് കുറച്ചുകൂടി ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളെല്ലാം അവർ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്. ഞാൻ നാട്ടുകാരി തന്നെ ആയതുകൊണ്ട് ആ ഒരു ലാംഗ്വേജിൽ കൂടി ആയിരിക്കുമല്ലോ സംസാരം. അപ്പോൾ അത് ഉണ്ട് അതുകൊണ്ട് അവർ കൂടുതൽ തുറന്ന് സംസാരിക്കുന്നുണ്ട്. പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല, പക്ഷേ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയിലെല്ലാം വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തായാലും അത് പരിഹരിക്കും എന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിച്ചത് കുടിവെള്ള പ്രശ്നങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വൈപ്പിനിൽ ഇപ്പോൾ കൊച്ചിയുടെ ഹൃദയഭാഗമാണെങ്കിലും പലർക്കും അറിയില്ല കുടിവെള്ള പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാണെന്നുള്ളത്. ഇപ്പോൾ LDF തുടർച്ചയായി ഭരണം നടത്തുന്ന ഒരു മണ്ഡലമാണിത്. 2016-ലും 2021-ലും ഒക്കെ LDF ഭരണം ആ ഒരു തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുടിവെള്ള പ്രശ്നവും ഗതാഗത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ സാധിക്കില്ല. തീർച്ചയായും അതിനുള്ളൊരു ശ്രമം പൂർണ്ണമായും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനമാണല്ലോ തീരുമാനിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ശാശ്വതമായൊരു പരിഹാരം അതുണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മുമ്പത്തെ ഒരു വൈപ്പിൻ്റെ ചിത്രം നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാവും. നമ്മൾ ദ്വീപ് മാത്രമായിട്ട് കണക്റ്റീവ് ചെയ്യാതിരുന്ന ഒരു നഗരവുമായി കണക്ഷൻ ഇല്ലാതിരുന്നൊരു ഘട്ടത്തിൽ നഗരം സ്തംഭിപ്പിച്ച ആളുകളാണ് ഞങ്ങൾ. അന്ന് ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ആ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊന്നും വെള്ളം വരാതിരിക്കുന്ന സമയത്ത് കുറേ ദൂരെ നിന്ന് തലച്ചുമടുമായി വെള്ളം ചുമന്നു കൊണ്ടുവന്നിരുന്ന ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ടാങ്കറിൽ വെള്ളം എത്തിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് ഞങ്ങളുടെ എല്ലാം വീടിനടുത്ത് ഈ വെള്ളം എത്തുമ്പോഴുള്ള ഒരു തിരക്കുണ്ടാവുമല്ലോ, തിക്കുമുട്ടലിൽ ടാങ്കർ ലോറിയുടെ അടിയിൽപ്പെട്ട് ഞങ്ങളുടെ ഒരു സമീപവാസിയായ ഒരു ഉമ്മ വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് മരിക്കുന്നത്. അപ്പം അത്രമാത്രം രൂക്ഷമായിരുന്നു ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ കുടിവെള്ളക്ഷാമം. അന്ന് വലിയ സമരങ്ങളൊക്കെ നടത്തി. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ വരുന്നത്, ടാങ്കിൻ്റെ പണി നടക്കുന്നത്. കുറേ ശ്രമങ്ങൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ തന്നെയും ഇപ്പോഴും ചില കേന്ദ്രങ്ങളിൽ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലമാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് വൈപ്പിന് മാത്രമായിട്ടൊരു പദ്ധതി വേണം എന്ന് തന്നെയാണ്. ആ വൈപ്പിൻ കരയിലേക്ക് എത്തണം. ഇതിപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന പമ്പിങ് പലയിടങ്ങളിലും എത്തി അവിടെ നിന്ന് എത്തുന്നതാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് എന്നോണമാണ് വൈപ്പിൻ നിൽക്കുന്നത്. അപ്പം അത് മാറി വൈപ്പിന് മാത്രമായിട്ടൊരു പദ്ധതി വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ വൈപ്പിന് മാത്രമായിട്ടൊരു പദ്ധതി വേണമെന്നുള്ള നിലയിൽ ആഗ്രഹിക്കുകയാണ്. റോ വാട്ടർ കൊണ്ടുവന്ന് ഇവിടെ അതിനെപ്പറ്റിയുള്ള സാധ്യത കൂടി നമ്മൾ ആരായുന്നുണ്ട്. എന്തായാലും കുടിവെള്ളം പ്രശ്നം വൈപ്പിൻ്റെ ഒരു മുഖം എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്ന കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനുള്ള ശ്രമം ഉറപ്പായിട്ടും ഉണ്ടാവും. സിറ്റിംഗ് MLA നിരവധി വികസന പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ തുടർച്ചയെന്നോണം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമോ? ഒപ്പം സിറ്റിംഗ് MLAയുടെ ഒരു അഭാവം, ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം മാറ്റം, അത് എത്രമാത്രം LDFന് ദോഷം ചെയ്യും? സാങ്കേതിക കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഏതാണ്ട് ഓക്കെയാണ് എന്നുള്ള മട്ടിലാണ് ഞങ്ങളുടെ ശ്രമം വിജയം കൈവരിക്കുക എന്നുള്ള മട്ടിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ MLA ആണ്. അതുകൊണ്ടാണല്ലോ മികച്ച MLAയ്ക്കുള്ള അവാർഡ് വരെ അദ്ദേഹം കരസ്ഥമാക്കിയത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ തീരദേശ പ്രദേശമായത് കാരണം എപ്പോഴും ആവശ്യങ്ങൾ നേരിടുന്ന സ്ഥലം കൂടിയാണ്.
നമ്മൾ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ആഗ്രഹത്തിനൊപ്പം പോകാനുള്ള ശ്രമം തന്നെയാണ്. തീർച്ചയായും കഴിഞ്ഞ MLA-മാർ തുടങ്ങി വെച്ച അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചിരുന്ന ചില പ്രധാനപ്പെട്ട ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ തുടരാൻ തന്നെയാണ് ആഗ്രഹം. ഒപ്പം നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് ഞാനത് പറയുന്നത്, ഞാനിവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്കത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ എപ്പോൾ വേണമെങ്കിലും വേലിയേറ്റ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ വേലിയേറ്റം ഐലൻഡ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുമ്പ് വൃശ്ചിക മാസത്തിലാണ് വേലിയേറ്റ പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് പറയാം. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഏത് സമയത്തും വരും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വേലിയേറ്റ പ്രശ്നം ഇല്ലല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടമായപ്പോൾ വേലിയേറ്റം കാണുന്ന സാഹചര്യം ഉണ്ടായി. അതെ. അപ്പോൾ വേലിയേറ്റ പ്രശ്നം എപ്പോഴും ഉണ്ട്. കടൽക്ഷോഭം ഇപ്പോൾ അത് നേരിടാൻ ഇടവനക്കാട് ബഡ്ജറ്റിൽ പണം വകയിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ തെക്ക് വശത്തേക്ക് നായരമ്പലം, ഞാറക്കൽ പഞ്ചായത്തുകളിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കടൽക്ഷോഭമുണ്ട്, വേലിയേറ്റ പ്രശ്നമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കുടിവെള്ളക്ഷാമം നേരിടണം. ഒപ്പം നമ്മൾ ഈ ഗതാഗത പ്രശ്നവും ഇവിടെ അലട്ടാൻ വേണ്ടി പോവുകയാണ്. മുനമ്പം അഴീക്കോട് പാലം കൂടെ ഓപ്പണിംഗ് ആയി കഴിഞ്ഞാൽ വടക്ക് നിന്നുള്ള വാഹനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ റോഡ് മുറിച്ച് കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ബദൽ മാർഗം എന്നുള്ള നിലയിൽ തീരദേശ പാത, അതിപ്പോൾ വടക്ക് നിന്ന് തുടങ്ങിയ പണി ഏതാണ്ട് ഇടവനക്കാട് പകുതി എത്തിയിട്ടുണ്ട്. തെക്ക് നിന്ന് തുടങ്ങിയ പണി ഞാറക്കലിൻ്റെ ഒരു ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. മിഡിലൊരു കുറച്ച് ഭാഗം അതൊരു സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ നടത്തേണ്ടതാണ്. ആ റോഡിൻ്റെ പണി എന്തായാലും പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കുമ്പോൾ ഈ നമ്മുടെ കടൽ ഭിത്തി സംവിധാനവും കൂടെ ഒരുക്കിയിട്ട് വേണം. അല്ലെങ്കിൽ ഇത് കടലേറി റോഡ് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും വേണം. ഒപ്പം കായലോര പാതയും കൂടെ പ്രപ്പോസൽ പോയിട്ടുള്ളതാണ്. ആ കായലോര പാതയുടെ അതെ അതാണ്, അത് തന്നെയാണ് മത്സ്യബന്ധനത്തിന്. അതാണ് മെയിൻ ഉപജീവന മാർഗമല്ലോ. അതുമായി കണക്ട് ചെയ്താണ് ഇവിടുത്തെ ഈ ജ്യൂസ് കട പോലും നിൽക്കണമെങ്കിൽ മീൻ കിട്ടണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വൈപ്പിൽ നിന്നാണ് മത്സ്യങ്ങൾ കൂടുതൽ പോകുന്നത്. മുനമ്പം മീൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈപ്പിൻ പച്ചമീൻ അല്ലെങ്കിൽ മുനമ്പം മീൻ എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഫിഷ് ലാൻഡിങ് സെൻറ്ററും അവരുടെ വല സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും കുടിവെള്ളം ഈ കേന്ദ്രങ്ങളിലൊക്കെ കിട്ടുന്ന രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലുണ്ട്. അതെല്ലാം നടപ്പാക്കാനുള്ള ഒരു ശ്രമം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം എതിരാളി ഒരു ശക്തനായ നേതാവാണ്, മുൻ മേയർ കൂടിയാണ്. അതൊക്കെ ഇവിടെ ഗുണമായി തീരും എന്നാണ് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ ഗുണമായി തീരുമെന്നാണ് UDFൻ്റെ ഒരു വിലയിരുത്തൽ. എന്നിങ്ങനെ കാണാം. അതെ, എതിരാളികൾ ഒട്ടും മോശമല്ല. എല്ലാ എതിരാളികളും നല്ല വ്യക്തിപരമായി മേന്മകളുള്ളവരാണ്. അത് ഏത് മുന്നണിയുടെ ആയാലും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിലല്ല, വ്യക്തിപരമായിട്ടല്ല ഇതിനെ കാണുന്നത്. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന ഒരു നയമുണ്ട്. ആ നയത്തിന് അംഗീകാരം ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് വൈപ്പിൻ മണ്ഡലത്തിൽ. ഈ വൈപ്പിൻ മണ്ഡലത്തിൽ ഒരു വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവിടെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ഒരു മേൽത്തരത്തിലുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. തീർച്ചയായും ആ രാഷ്ട്രീയത്തിന് അംഗീകാരം ഉണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു മൂന്നാം ഊഴം പിണറായി സർക്കാർ വരും എന്നുള്ളൊരു അഭിപ്രായം പൊതുവിലുണ്ട്. ചില ഭാഗത്ത് നിന്ന് മറിച്ചൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തുടർഭരണത്തിന് എന്തെങ്കിലും തടസ്സമായുണ്ടോ? അതായത് ഇപ്പോൾ നമുക്കറിയാം, വിമത നീക്കങ്ങൾ, പാർട്ടിയിൽ തന്നെ അനൈക്യം ഇല്ലായ്മ പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പേരെടുത്ത് പറയാതെ തന്നെ ഓരോരുത്തരും മനസ്സിലേക്ക് വരുന്നു. അതൊക്കെ എന്തെങ്കിലും തരത്തിൽ ഈ സർക്കാരിന് ദോഷമായി ഭവിക്കാൻ സാധ്യതയുണ്ട്? ഇല്ല, ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടു കൂടി തന്നെയാണ് നീങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രദേശത്ത് ഐക്യത്തോടു കൂടി തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. വളരെ ഐക്യത്തോടു കൂടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും പോകുന്നത്. പിന്നെ സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ അത് അവരിപ്പോൾ മുന്നണിയുടെ ഭാഗമൊന്നുമല്ല, പാർട്ടിയുടെയും ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഇതിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം. നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ അവരിതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അവർ കാണുന്നത്
നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ അത് തുടരാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. അത് തുടരണമെങ്കിൽ ഇടതുപക്ഷം വരണം എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട്, ശക്തമായുണ്ട്. അതുകൊണ്ട് മൂന്നാമതും LDF വരും. ഈ BJPയുടെ സ്ഥാനത്ത് എങ്ങനെയാണ്? അതായത് ഇത്തവണ NDAയോടൊപ്പം തന്നെ 2020 ഉണ്ട്, BDJസും കൂടി വന്നിട്ടുണ്ട്. 2020 സ്ഥാനാർത്ഥിയാണ് BJP ആയിട്ട് നിൽക്കുന്നത്, NDA സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. അപ്പോൾ 2020യും BJPയും കൂടെ ഒരുമിച്ചാവുമ്പോൾ അവർ നേടുന്ന വോട്ടുകൾ ആർക്കാണ് ദോഷം ചെയ്യുക? അല്ല, അത് നമ്മളിപ്രാവശ്യം 2020യുടെ സ്ഥാനാർത്ഥി NDA മുന്നണിയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെ വരും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, വിധി വരുമ്പോഴാണ് അറിയാൻ വേണ്ടി കഴിയുക. പക്ഷെ നമ്മുടെ പ്രതീക്ഷ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളാണ് തീരുമാനം എടുക്കുക. ഈ പ്രാവശ്യം വൈപ്പിൻ ജനത തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. അതാണ് ട്രെൻഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണ തുടർച്ചയുണ്ടാവും എന്നാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KD MB ഷൈനെ വ്യക്തമാക്കുന്നത്. ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ്. ജീവൻ ജനഹിതത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നിരവധി പദ്ധതികളാണ് വൈപ്പിനിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഷൈനി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വൈപ്പിന് മാത്രമായ ഒരു പദ്ധതിയും MB ഷൈനിയുടെ മനസ്സിലുണ്ട്. അതെല്ലാം പൂർത്തിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടോണി ചെമ്മണി ജയിക്കുമോ? ഉറപ്പാണ്. എന്താണ് ഇവിടെ ഉണ്ണികൃഷ്ണനായിരുന്നല്ലേ സിറ്റിംഗ് MLA? എന്തുകൊണ്ട് ടോണി ചെമ്മണി? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്ക് അങ്ങനെയുണ്ട്, അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് വരണം ഇവിടെ? ടോണി ചെമ്മണി വരണോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഷൈനി വരണോ? ഷൈനി വരണം. LDF വരണം. എന്താ കാര്യം? എന്താ അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ്. കേരളം ആര് ഭരിക്കണം? കേരളം LDF ഭരിക്കണം. ആര് വരണം? LDF വരണം, UDF വരണം? LDF. കേരളത്തിൽ LDF വരണം. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥി 2020യിലെ അനിത തോമസ് ആണ് ജീവൻ ജനഹിതത്തോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് NDAയോടുള്ള ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒപ്പം NDAയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? ഈ ജനങ്ങൾക്ക് ഒരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു NDA തരംഗമുണ്ട്. NDAക്ക് നല്ല പ്രതീക്ഷയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എത്രമാത്രം ഇവിടെ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? അത് എത്രമാത്രം വോട്ടായി മാറും എന്നാണ് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം വോട്ടായി മാറുമെന്നാണ് NDAയുടെ പ്രതീക്ഷ കേരളത്തിൽ? ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അത് മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളും ഇവിടെ കിട്ടുന്നില്ലെന്നുള്ളതും അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണമായിട്ട് അല്ലെങ്കിൽ അതിനോടൊരു പ്രതിഷേധം എന്നുള്ള നിലയിൽ കാര്യം നല്ല കാര്യങ്ങൾ നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടുമ്പോൾ കേരള ജനതയ്ക്ക് അത് എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്നുള്ളത് കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അത് വോട്ടായി മാറും എന്നുള്ളതാണ് ഉറപ്പാണത്. പഴയ അതായത് 2016-ലും 2021-ലും അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് BJP. അതുപോലെ നില മെച്ചപ്പെടുത്താൻ ഇത്തവണ സാധിക്കുമോ? പ്രത്യേകിച്ച് 2020യും കൂടി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ BDJസും 2020യും NDAയുടെ ഭാഗമാകുമ്പോൾ നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുള്ള പ്രതീക്ഷ? തീർച്ചയായിട്ടും വളരെ നല്ല നിലയിൽ നില മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അത് ആ ഒരു പൾസ് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. വോട്ടർമാരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ വികസന പദ്ധതികളാണ് വൈപ്പിനിൽ അവർക്ക് ആവശ്യം? വൈപ്പിൻകരയിലെ മെയിൻ പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. ഇത്രയും വർഷമായിട്ടും കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ശാശ്വതമായ ഒരു കുടിവെള്ള പ്രശ്നമാണ്. പിന്നെ വേണ്ടത് റോഡ്, സമാന്തരങ്ങളായ റോഡുകൾ വേണം. കാര്യം ഇപ്പോൾ ഒരു നിറയെ ഉണ്ട്. പിന്നെ ഈ നമ്മുടെ വെള്ളക്കെട്ടുകൾ അത് വളരെ രൂക്ഷമാണ്. തൊഴിലില്ലായ്മ, പിന്നെ നമ്മുടെ കടൽക്ഷോഭം. കാര്യം ചില ഏരിയകളിൽ ഫുൾ ഏരിയയിലും ഇപ്പോഴും കടൽ ഭിത്തികളില്ല. അത് വളരെ അവർക്ക് മഴക്കാലം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ നൽകുന്നുണ്ട്. അങ്ങനെ നിരവധിയാണ് പ്രശ്നങ്ങൾ. ചെറിയ പ്രശ്നങ്ങളല്ല, വലിയ വികസനമാണ് ഇവിടെ വേണ്ടത്.
വികസനം ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇന്ത്യയുടെ വികസന പദ്ധതി എന്ന് പറയുന്നത് അതിവേഗതയുടെ വികസന പദ്ധതിയാണ്. അത് വന്ന് സയൻറ്റിഫിക്കായിട്ടും എല്ലാം പഠിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള വികസനം തന്നെയാണ് ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതികളും നയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ NDA എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ ചെയ്ത്? പ്രവർത്തകർ എങ്ങനെയാണത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പദ്ധതി ഇന്ന പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അണികൾക്കിടയിൽ ഉള്ളത്? ഇതുവരെ അതിനെക്കുറിച്ചൊരു സ്ട്രക്ചർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. കാര്യം ഇത് അണികൾ ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, എന്നാലും കുറച്ച് കാര്യങ്ങളും കൂടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ അറിയിക്കണം എന്നുള്ളത്, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് അത് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി നമുക്കൊരു ഒറ്റയടിക്ക് ഇതിനൊരു മറുപടി പറയാനായിട്ട് സാധിക്കില്ല. എന്നാലും അതിൻ്റേതായിട്ടുള്ള രീതിക്കും സയൻറ്റിഫിക്കായ വേയിൽ തന്നെയായിരിക്കും നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തും ഒരു കാര്യം NDA ഹാൻഡിൽ ചെയ്യുന്നത് അത് പഠിച്ച് വിശദമായി, അതായത് ഞാൻ രാഷ്ട്രീയ ഒരു പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് ഒരു നാടിൻ്റെ എന്താ പറയുക വികസനം പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല. അതിന് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ പ്രൊജക്ട്സ് റിപ്പോർട്ട് എടുത്ത് അത് ജനങ്ങളിലോട്ടും എങ്ങനെ ഇവിടെ വികസനം വരണം എന്നുള്ളത് പഠിച്ച് ബോധ്യത്തിന് ശേഷം മാത്രമാണ് നമ്മൾ വികസനം. കേന്ദ്ര നേതാക്കൾ, അതായത് പ്രധാനമന്ത്രി അടക്കം ഇവിടെ പര്യടനം നടത്തി കൊച്ചിയിൽ വന്നു, വളരെ ആവേശകരമായിരുന്നു. ഒപ്പം തൃശ്ശൂരും ഒക്കെ വന്നു, പാലക്കാടൊക്കെ വന്നു കഴിഞ്ഞു. കേന്ദ്ര നേതാക്കളുടെ വരവ്, അമിത്ഷാ അടക്കമുള്ള നേതാക്കളുടെ വരവ് എത്രമാത്രം നേതാക്കൾക്കും ഇവിടുത്തെ അണികൾക്കും വോട്ടർമാർക്കും ഗുണം ചെയ്തിട്ടുണ്ട്? അത് വളരെ അവർ വോട്ടർമാർക്ക് ഭയങ്കര കോൺഫിഡൻസ് അല്ലേ നൽകുന്നത്. കാര്യം ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ, അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി വരുന്നു, മന്ത്രിമാർ വരുന്നു എന്ന് പറയുന്നത് അവർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് നൽകല്ലേ. കാര്യം കേന്ദ്രം അവരുടെ കൂടെ ഉണ്ട്, കേരള ജനതയുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവല്ലേ അത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വോട്ടർമാരുടെ ഇടയിൽ നല്ല കോൺഫിഡൻസ് തന്നെയാണ് നൽകുന്നത്. BJPക്ക് വളരെ ആത്മവിശ്വാസമാണ് ഇവിടെ ജയിക്കുന്നുള്ള വിജയപ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ കൂടുതൽ BJPയിലോട്ട് NDAയിലോട്ട് വരുന്നുണ്ട്. ഒരു ഇന്ത്യ തരംഗമുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. വളരെയധികം നന്ദി, കൺഗ്രാറ്റുലേഷൻസ്. 3 മുന്നണികളും വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എങ്കിലും മത്സരം UDFും LDFും തമ്മിലാണെങ്കിലും കഴിഞ്ഞ 2016 21 നില മെച്ചപ്പെടുത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് 2020 കൂടി വന്നപ്പോൾ NDA. വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിലെ ജനഹിതം സമാപിക്കുകയാണ്. LDF, UDF, BJP സ്ഥാനാർത്ഥികൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. പ്രധാനമായും LDFും UDFും പോരാട്ടം ശക്തമാക്കുകയാണ്. ടോണി ചെമ്മണിയാണോ അതോ MB ഷൈനിയാണോ ഇവിടെ ജയിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. അടുത്ത മണ്ഡലവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.